എന്ത് മെറ്റീരിയൽ? DST സിൽക്ക്. DST സിൽക്ക് പുതിയതാണോ മാർക്കറ്റ്? ജോർജറ്റിൽ ഒരു എംബ്രോയിഡറി ചെയ്തിട്ടുള്ളതാണ്. ജോർജറ്റിൽ ഇങ്ങനെ പാർട്ടി വെയർ എന്ന് പറയാം. ഹാൻഡ് വർക്കിന് പകരം നമുക്ക് മിഷൻ എംബ്രോയിഡറി വർക്കാണ്. വിചിത്രയിൽ നമ്മളൊരു 3 പീസ് ചെയ്തിട്ടുണ്ട്, ഒരു ഹെവി ഷോൾ വർക്കൊക്കെ ആയിട്ട്. ഇതാരെ പുതിയൊരാള്? ഞാൻ അഞ്ജലിയുടെ ഹസ്ബൻഡാണ്. റംഗോളി സിൽക്ക് ഇപ്പൊ കുറച്ചുകൂടി ഡിമാൻഡ് കൂടിയിട്ടുണ്ട് കേട്ടോ. അതിൽ ഹാൻഡ് വർക്ക്. വിചിത്രയില് കോട്ടന്റെ ഒരു പാച്ച് വരുന്നതാണ് വിത്ത് ഹാൻഡ് വർക്ക്. പിന്നെ കുറെ നേരം നമ്മൾ മമ്മൂട്ടിക്ക് കളിച്ചോണ്ടിരിക്കാൻ കണ്ടില്ലേ? ഇത് ആണോ ഭംഗി, ഇതാണോ ഭംഗി? എന്താ പറയാ? DST സിൽക്ക്. സാധാരണ എല്ലായിടത്തും അടിക്കില്ല ഫ്ലീറ്റ്. നിങ്ങൾ അത് രണ്ട് സൈഡിലാക്കി കുറഞ്ഞ പോലെ ഒരു ഫീൽ. അത് എനിക്ക് സ്വയം തോന്നുന്നുണ്ട്. സ്മോക്കി ചോദിക്കുന്നുണ്ടല്ലോ പലരും, സ്മോക്കി ആയിട്ടുള്ള ഫ്രോക്ക് ടൈപ്പ്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് നമ്മൾ വന്നിട്ടുള്ള ഷോപ്പാണ്. പക്ഷെ ഇപ്പോൾ ഫെസ്റ്റിവൽ വരാണ് ഓണത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ പുതിയ വെറൈറ്റി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് എന്താ ഇങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് മാർക്കറ്റ് റോഡിലാണ്. കുറച്ചുകൂടി എളുപ്പത്തിൽ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ മലബാർ ഹൗസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. ഒരു ബിഗ് ബിൽഡിംഗ് ആണ് അഞ്ജലി. അപ്പോൾ വലിയ ഷോപ്പാണ്. അപ്പോൾ വലിയ ഷോപ്പാണെന്ന് പറഞ്ഞിട്ട് കല്യാണം നമ്മളെല്ലായിടത്തും അങ്ങോട്ട് കറങ്ങി നടക്കുന്നില്ല. നമ്മൾ കാണിക്കാൻ പോകുന്നത് മൊത്തം ഓണത്തിൻ്റെ കളക്ഷൻസ് ആണ്. പുതിയ വെറൈറ്റി കളക്ഷൻസ്, ഓൺ പ്രൊഡക്ഷനിൽ നടക്കുന്ന കുറേ കളക്ഷൻസ്. അപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്നതും അവരുടെ ഒരു A ലൈൻ കുർത്തി തന്നെയാണ് കേട്ടോ. ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്. അതുപോലെ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തത് അവരുടെ ഓൺ തന്നെയാണ് കേട്ടോ. ഇങ്ങനത്തെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. പിന്നെ ഓണം വരില്ലേ, അപ്പം അതിന് ധാവണി സെറ്റൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, അതിൽ പാച്ച് വർക്ക് ചെയ്തതുണ്ട്, പ്രിൻറ്റിലുണ്ട്, ടിഷ്യൂലുണ്ട്, കോട്ടണിലുണ്ട്, അങ്ങനെ വെറൈറ്റീസ്. അപ്പോൾ ഒന്ന് കയറി നോക്കിയാലോ. വരും. കയറി വരുമ്പോൾ തന്നെ കുറേ വെസ്റ്റേൺ വെയർസ് ഉണ്ട്. വെസ്റ്റേൺ വെയർ മാത്രമല്ല, പാർട്ടി വെയർ കളക്ഷൻ. ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ഡെനിമിൻ്റെ 2 കളേഴ്സ് ആയിട്ടുള്ളത് അടിപൊളി. പക്ഷേ ഇത് അറ്റാച്ച്ഡാണ് വരുന്നത്. സാധാരണ നമുക്കിത് ഇങ്ങനെ ഓപ്പൺ ചെയ്യണ സൈസല്ല. അപ്പോൾ ഇതുപോലെ ഇനിയും വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലും ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. പക്ഷേ ഇവരുടെ മെയിൻ എന്ന് പറയുന്നത് ഓൺ പ്രൊഡക്ഷൻ നടക്കുന്നത് ആറ്റം ടോപ്പ് ഫ്ലോറിലാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം എന്താണ് ഈ പ്രാവശ്യം അവർ ഓണത്തിന് ഒരുക്കിക്കണത്. പോയാലോ. വരും. ഇതാണ് ശരിക്കുള്ള പ്രൊഡക്ഷൻ നടന്നിട്ട് അതിൻ്റെ ഫൈനൽ ലുക്കിൻ്റെ ഒരു കളക്ഷൻസ് ഇരിക്കുന്നത്. പിന്നെ ഇതാരെ പുതിയൊരാള്? ഞാൻ അഞ്ജലിയുടെ ഹസ്ബൻഡാണ്. ഞാൻ അഞ്ജലിയുടെ ഹസ്ബൻഡാണ്. നമുക്ക് മിസ്സാവുണ്ട് കേട്ടോ അഞ്ജലിനെ. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടുവരാണെങ്കിൽ അറിയാം, അഞ്ജലി പ്രഗ്നൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഒരു കുട്ടിയുടെ അമ്മയായി. എന്താണ് കുട്ടി? ആൺകുട്ടി. കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ അഞ്ജലി മിസ് ചെയ്യണ്ട കേട്ടോ. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നേരിട്ട് എന്തായാലും ഫോണിൽ കൂടെ സംസാരിക്കാം. അപ്പോൾ അഞ്ജലി ഇല്ലാത്തത് കൊണ്ട് അഞ്ജലിയുടെ ഹസ്ബൻഡ്. ഹായ്, വെൽക്കം ടു ദിസ് വീഡിയോ. പേര് വൈശാഖ്. നമുക്കപ്പോൾ എന്താ ഇവിടെ കാണിക്കാനുള്ള മെയിൻ ആയിട്ട്? പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചി വന്ന സ്ഥിതിക്ക് ഇനി മൊത്തം ഒന്ന് ഓടിച്ച് കാണിക്കാം. പുതിയ വെറൈറ്റീസ്, കഴിഞ്ഞേക്കാളും കുറച്ചുകൂടി ധമാക്ക ഐറ്റംസ് ആണ്. അപ്പോൾ ഈ ഒരു മെയിൻ ടോപ്പ് ഫ്ലോർ എന്ന് പറയുന്നത് മൊത്തം ഇവരുടെ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലം. അപ്പോൾ ആ പ്രൊഡക്ഷൻ സ്ഥലത്തേക്ക് നമ്മളൊക്കെ കൊണ്ടുപോകണം. പിന്നെ ഗോഡൌണിലേക്ക്. ഷുവർ. അപ്പോൾ ഈ ഒരു ഏരിയ നോക്കിയാൽ ഫുൾ കളക്ഷൻസ് ഇരിക്കുന്നത് കണ്ടോ. ഇത് മാത്രമല്ല, ഇഷ്ടം പോലെ വെറൈറ്റീസ് ഇപ്പുറത്തെ സ്ഥലത്തുണ്ട്. ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെയും ഇഷ്ടം പോലെ കുർത്തീസ് നിറയെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ കാണിക്കും ഏതൊക്കെ കാണിക്കുന്ന ഒരു ഐഡിയ ഇല്ലാത്ത അവസ്ഥയിലാണ്. ഇവിടെയൊക്കെ നല്ല ഹാൻഡ് വർക്കിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. കണ്ടോ, ഹാൻഡ് വർക്കിൻ്റെ ഈ ഒക്കെ കളക്ഷൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്തൊക്കെ കാണിക്കണം. നിറച്ച് മിറർ വർക്ക്, ഹാൻഡ് വർക്ക്, അങ്ങനത്തെ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് അല്ലേ? എല്ലാ മോഡലിലും എല്ലാ ടൈപ്പ് തുണിയിലും നമ്മളിപ്പോൾ ഫെസ്റ്റിവൽ സീസൺ സ്റ്റാർട്ട് ആയല്ലോ, അതിന്റെ ഭാഗമായിട്ട് എല്ലാം അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് എല്ലാത്തരം മെറ്റീരിയൽസിലും ഉണ്ട്. അതാണ് റംഗോളി സിൽക്കില്, ജോർജറ്റില്, പിന്നെ കോട്ടൺ അജ്രക്ക്, പിന്നെ സ്ലബില്, എല്ലാത്തിലും മെറ്റീരിയൽ അല്ല കാര്യം, വർക്കിലാണ് കാര്യം. ഞങ്ങൾ ഈ എന്താ പറയാ, മെറ്റീരിയൽസിന് വർക്ക് ഉണ്ടാക്കി അതൊരു വെറൈറ്റി ആക്കി തരും. അല്ല, അതാണ് നമ്മുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് കളക്ഷൻസ് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് നോക്കി പോവാം. ഓക്കെ. അപ്പൊ ഓരോന്ന് നോക്കിയാലോ. പുതിയതായിട്ട് വിചിത്രയില് കോട്ടന്റെ ഒരു പാച്ച് വരുന്നതാണ് വിത്ത് ഹാൻഡ് വർക്ക്. നോർമൽ സ്ലീവ് A ലൈനിലാണ്. പിന്നെ സ്ലീവിലും ആ ഒരു പാച്ച് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഈ ഒരു കളർ മാത്രമേ അല്ല, നമുക്ക് കളർ വേരിയേഷൻസ് കാണിച്ചു തരാം. ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്. 4 to 5 കളേഴ്സ് ഉണ്ട്. 4 കളർ. അപ്പൊ ഈ സെയിം പാറ്റേണിൽ തന്നെ ഒരു 4 to 5 കളേഴ്സ് ഉണ്ട്. പക്ഷെ എല്ലാ കളർ എടുക്കണം എന്നില്ല. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. പക്ഷെ ഹോൾസെയിലാണ് സെറ്റ് ആയിട്ട് എടുക്കണം. അപ്പൊ എത്ര പീസ് ഉണ്ടാവും ഒരു സെറ്റിൽ? നമുക്ക് 4 പീസ് ഉണ്ടാവും. M2XL അല്ലെങ്കിൽ L2 3XL എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോ M2XL ആയിരിക്കും. അതെ, പ്ലസ് സൈസുകാർക്കും ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതിന്റെ 4 കെട്ടായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ വരുന്ന ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ നമ്മൾ പുതുതായിട്ടൊരു കോട്ടണിൽ ചെയ്തിരിക്കുന്നതാണ്. ഒരു ബാട്ടിക് പ്രിന്റില് സൂപ്പർ സൂപ്പർ ആയിട്ട് കേട്ടോ.
ബാട്ടിക് പ്രിന്റിൽ ഇപ്പോൾ ഓണം കളക്ഷൻസ് ആണ്, ഓണം വെറൈറ്റീസ് ആണെന്ന് പറഞ്ഞാൽ അതും ഉണ്ട് നമ്മുടെ കയ്യിൽ, അതിനൊരു കുറവില്ല. പക്ഷേ ഇതൊക്കെ റെഗുലർ ആയിട്ട് പോകുന്ന ഐറ്റംസ് ആണ്. ഇനി ഓണത്തിന്റെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടോ? സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്, അത് വന്ന് കാണുന്നതായിരിക്കും ഭംഗിന്ന് തോന്നുന്നു. കോപ്പി അടിക്കുന്നതിന്റെ അല്ല, അത് വന്ന് കാണുക, അത് ആവശ്യത്തിലധികം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതെ, അത് എന്താ വെച്ചാൽ ഇപ്പൊ ഈ സീസൺ സമയത്ത് ആകുമ്പോൾ നമുക്ക് ഇത് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അത് തന്നെ സെയിം കോപ്പി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. എവിടേക്കാ? അഞ്ചിലേക്ക്, എറണാകുളത്ത് കേട്ടോ. അപ്പൊ അതാ ബാട്ടിക് പ്രിന്റിൽ ഇതിനും കളേഴ്സ് ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് വരുന്നുണ്ട്. ഇതൊരു ഐറ്റം, ഇത് നമ്മുടെ ഇത് ജോർജറ്റിൽ ഒരു എംബ്രോയിഡറി ചെയ്തിട്ടുള്ളതാണ്, മെഷീൻ എംബ്രോയിഡറി ചെയ്ത ഒരു ഹാൻഡ് വർക്കിൽ വരുന്നതാണ്. ജോർജറ്റ് എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങനത്തെ ഇതിലും കളേഴ്സ് ഉണ്ട്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ. ഇനി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പറഞ്ഞെടുത്താലോ? ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പറഞ്ഞെടുക്കല്ലോ. നല്ല DST സിൽക്ക് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ചെയ്തിട്ടുള്ള എംബ്രോയിഡറി, മെഷീൻ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള സൈഡ് ഓപ്പൺ വിത്ത് പോക്കറ്റ്. എന്ത് മെറ്റീരിയൽ? DST സിൽക്ക്. പുതിയതാണോ മാർക്കറ്റിൽ? അങ്ങനെ പറയാം. DST സിൽക്ക് കേട്ടോ, പുതിയതാണ് മാർക്കറ്റിൽ. അപ്പൊ അതിന്റെ ഒരു കുർത്തി ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം പാർട്ടി വെയറിലൊക്കെ ചെറിയൊരു ഷൈനിങ് പോലെ ഉണ്ടാകുന്ന, കാണുമ്പോൾ ഒരു കോട്ടൺ ഫിനിഷിങ്ങിന്റെ ഒരു ലുക്കും ഉണ്ട്. കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാനും. പിന്നെ ഇതിന്റെ പാച്ച് വർക്ക് ഡീറ്റെയിലിംഗ് നമുക്ക് പോക്കറ്റ് ഉണ്ട്, സൈഡ് ഓപ്പൺ വിത്ത് പോക്കറ്റ്. ഓ, പോക്കറ്റും കൊടുത്തിട്ടുണ്ടല്ലേ? ഓക്കെ, വൺ സൈഡ് ആണ് അല്ലെ പോക്കറ്റ് വരുന്നത്? വൺ സൈഡ് ആണ് പോക്കറ്റ്. കളറും ഉണ്ട് ഇഷ്ടംപോലെ. പക്ഷെ ഈ കളറിന് എന്താ കുഴപ്പം? ഇത് അടിപൊളി കളറാണല്ലോ അല്ലെ? ലാവൻഡർ സാധാരണ ഒരു വൈൻ ഷെയ്ഡ് ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത് ഒക്കെ കണ്ടുപോറായിട്ടുള്ള കളറാണ്. കുറച്ച് സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് നമുക്ക് വെറൈറ്റിയിൽ പെണ്ണത്. പിന്നെയും ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ വെറൈറ്റി. നമുക്ക് ഇതൊരു അഗൈൻ ഒരു ഹാൻഡ്ലൂം ടൈപ്പ് കോട്ടൺ മെറ്റീരിയൽ, ഒരു ഇത് എ ലൈനിലാണ് വരുന്നത്. അതിൽ ഇവിടെ നടുക്കിൽ ഇങ്ങനെ ഫ്ലീറ്റിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാൻഡ് വർക്കും വരുന്നുണ്ട്. അതേ സെയിം തന്നെ നമുക്ക് നെക്കിൽ ഇങ്ങനെ ഒരു ഫ്ലീറ്റിന്റെ ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3/4 ആണ് സ്ലീവ് വരുന്നത്. ഓരോ അടിപൊളി ഒരു കളറാണ് വരുന്നത്. കളർ വേരിയേഷൻസും ഉണ്ട് കേട്ടോ. പിന്നെ ബൾക്കായിട്ട് ഇങ്ങനെ നിറഞ്ഞിങ്ങനെയൊക്കെ എടുക്കല്ലേ ഫുൾ കളക്ഷൻസ് കാണാനായിട്ട്. ഇതൊരു പുതിയ വർക്കാണ്, ജോർജറ്റില് ഒരു പ്രത്യേക നല്ല അടിപൊളി ഹാൻഡ് വർക്ക്. ഇതാവുമ്പോ സാധാരണ എല്ലായിടത്തും ഒന്നും അടിക്കില്ല ഫ്ലീറ്റ്. നിങ്ങൾ അത് രണ്ട് സൈഡിലാക്കി ചെറിയൊരു വെറൈറ്റി കൊടുത്തു. പിന്നെ ഫ്രോക്ക് ടൈപ്പ് ആക്കി. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡിൽ ഫ്ലീറ്റ് ആകുമ്പോൾ ഒന്നുകൂടി ഒന്ന് ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. ഉടുത്ത് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. പിന്നെ നമ്മുടെ ഒരു കോഫി കളറിൽ വരുന്ന ഒരു അടിപൊളി, ഇത് തുണിയോട് കൂടിയിട്ടാണ് കേട്ടോ. ഒരു ഷിമ്മർ പോലത്തെ ഇങ്ങനെ ലേസ് പോലെ പോയിട്ടുണ്ട് കേട്ടോ. ഇത് തുണിയോട് കൂടിയിട്ട് ആയതുകൊണ്ട് തന്നെ ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ആ ഒരു കോൺസെപ്റ്റിൽ പെടുത്താം. ഇതിലും കളേഴ്സ് വരുന്നുണ്ട്. എ ലൈനിലാണ് ഈ ഒരു പാറ്റേൺ വരുന്നത്. ഇത് ആണോ ഭംഗി, ഇതാണോ ഭംഗി? എല്ലാതും കാണുമ്പോൾ ഒക്കെ ഭംഗിയാണ് കേട്ടോ. ഇത് വെച്ചപ്പോൾ ഇതും ഒരു ഭംഗി. നമ്മൾ നേരത്തെ കണ്ട മെറ്റീരിയൽ വേറൊരു മെഷീൻ എംബ്രോയിഡറി, വേറൊരു ഡിസൈനിൽ ചെയ്തിരിക്കുന്നത്. ഇത് എംബ്രോയിഡറി വർക്ക് അല്ലേ? ഫുൾ എംബ്രോയിഡറി വിത്ത് പോക്കറ്റ്, സൈഡ് ഓപ്പൺ. സൈഡ് ഓപ്പൺ. വർക്ക് ഒന്ന് മാറി, തുണി സെയിം ആണ്. തുണി സെയിം. എന്താ പറയാ? DST സിൽക്ക്. DST സിൽക്ക് നല്ലതായിട്ട് എന്നെ പഠിപ്പിച്ചത്. ഞാൻ കുറെയൊക്കെ പഠിക്കാനുണ്ട്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കണം പഠിക്കാനായിട്ട്. സ്ലീവിലും ഇതുപോലെ തന്നെ എംബ്രോയിഡറിയുടെ ഒരു വർക്ക് കേട്ടോ. അപ്പൊ അങ്ങനെ വെറൈറ്റി കളക്ഷൻ. പിന്നെ നമ്മുടെ ഇതൊരു ബൊട്ടീക്ക് സ്റ്റൈൽ നമ്മൾ ചെയ്തതാണ് കേട്ടോ. ഒരു ബൊട്ടീക്ക് സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള ഒരു ഇത് ഞാൻ ഡമ്മിയിൽ അങ്ങോട്ട് കണ്ടുട്ടോ. ഇതിന്റെ ഒരു ഗ്രീൻ കളറൊക്കെ ഇതിൽ കുറെ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഗ്രീൻ ഉണ്ട്, പല പല കളേഴ്സിൽ അവൈലബിൾ ആണ്. പിങ്കും മോശമൊന്നുമല്ല. ഒരു പീച്ച് ചെയ്തിരിക്കുന്ന ഒരു വർക്ക്. അത് സ്ലീവിലും ആ ഒരു വർക്ക് വന്നിട്ടുണ്ട്. പഫ് ഒക്കെ ആയിട്ട് അങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. ഒരു ചെറിയ ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പഫ് ടൈപ്പ് ആയിട്ടുള്ള അങ്ങനെ. ഇതിലും കളേഴ്സ് വരുന്നുണ്ട്. കളേഴ്സ് നോക്കുമ്പോൾ നല്ല നല്ല കളർ ഷെയ്ഡ്സ് ആണ് ഒക്കെ ഉള്ളത്. പിന്നെ രംഗോളി സിൽക്ക് ഡിമാൻഡിൽ ഓണ സമയത്തൊക്കെ രംഗോളി സിൽക്ക് ഇപ്പൊ കുറച്ചുകൂടി ഡിമാൻഡ് കൂടിയിട്ടുണ്ട് കേട്ടോ. അതിൽ ഹാൻഡ് വർക്ക്, അതിന് കളേഴ്സും വരുന്നുണ്ട്. ഇപ്പൊ ഇത് മെഹന്തി കളർ ആണെങ്കിൽ അതിൽ തന്നെ വൈൻ ഷെയ്ഡ് ഉണ്ട്, മെറൂൺ ഉണ്ട്, അങ്ങനെ അങ്ങനെ കളേഴ്സ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഈ ലൈനിലാണ് വരുന്നത്. 3/4 ആണ് ഇതിന്റെ സ്ലീവ് വരുന്നത്. പിന്നെ ലെങ്ത് വൈസും കറക്റ്റ് ആണ് അല്ലേ? ഷോർട്ടും അല്ല, നല്ല കറക്റ്റ് ആയിട്ട് അങ്ങനെ അതെ അങ്ങനെ കറക്റ്റ് ഇതിലാണ് നിൽക്കുന്നത് കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് നമ്മൾ ചെയ്ത കോട്ടൺ സ്ലബ്, ഇത് കോട്ടണിലാണ് വരുന്നത്. പാച്ച് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു കാന്ത പ്രിന്റിന്റെ ഡീറ്റെയിലിംഗ് കൂടി ആ ഒരു ക്ലോത്തിൽ വന്നിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ബാക്കും ഫ്രണ്ടും ഒക്കെ സെയിം ആ ഒരു തുണി തന്നെ. പക്ഷെ പാച്ച് വർക്ക് വന്നപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. ഇതിൽ തന്നെ ഇഷ്ടം പോലെ കളക്ഷൻസ്. ഇതൊക്കെ അതിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ കാണുന്നത്. മൊത്തം അത്രയും സ്റ്റോക്ക് നിറഞ്ഞിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അതിൽ മേടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിന്റെ ഹാൻഡ് വർക്കിന് കുറച്ച് മാറ്റങ്ങൾ വരും കേട്ടോ. ഇപ്പോൾ ഇതന്നെ സെയിം തുണിയിൽ
നമുക്ക് ഹാൻഡ് വർക്ക് കുറച്ചുകൂടി വ്യത്യാസമായിരിക്കും. അതിൽ തന്നെ കാന്ത പ്രിന്റ് ഒക്കെ വരുന്നുണ്ട്. ഇത്രയും ബൾക്ക് എത്ര വേണമെങ്കിലും, എത്ര പീസ് വേണം, 500 വേണോ 1000 വേണോ, എത്ര വേണമെങ്കിലും പറഞ്ഞാൽ നമ്മൾ ചെയ്തുതരും. കാരണം നമുക്ക് ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ. പിന്നെ ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ടും ഡിമാൻഡ് കൂടുന്നതനുസരിച്ചിട്ട് റിക്വയർമെന്റിന് നമുക്ക് കൊടുക്കാനുള്ളതുണ്ട്. അതെ, അപ്പോൾ പുതിയ പുതിയ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ചേച്ചി ഇട്ടതിന്റെ വേറൊരു കളർ ചേഞ്ച്. ഇത് ഭയങ്കര കംഫർട്ടബിൾ. ഞാൻ ഇത് ഇട്ടപ്പോൾ തന്നെ നമ്മൾ സാധാരണ ഈ കോട്ടൺ ഒക്കെ ഇടുമ്പോൾ എന്ന് പറയുമ്പോൾ കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കണേ. ഇതൊക്കെ പറയുമ്പോൾ നല്ലൊരു മെറ്റീരിയൽ ആണ്. നല്ല മെറ്റീരിയൽ കേട്ടോ. ഇത് ജോർജറ്റിൽ ഇങ്ങനെ പാർട്ടി വെയർ എന്ന് പറയാം. നടുക്കിക്കൂടെ ഇങ്ങനെ ഒരു ലൈൻസ് ഒക്കെ പോയിട്ടുണ്ട്. ഇത് സ്ലീവിനും അത്യാവശ്യം ആ ഒരു പഫിന്റെ ഡീറ്റെയിലിങ്. അപ്പോൾ ഇതിന്റെ കളർ ചേഞ്ച് ഞാൻ ഇട്ടിരിക്കുന്നതിന്റെ കളർ ചേഞ്ച് ആണ് ഇത്. സത്യം പറയാലോ, ഇത് ഇട്ടപ്പോൾ എനിക്കൊരു 5 വയസ്സ് കുറഞ്ഞ പോലെ ഒരു ഫീൽ. അത് എനിക്ക് സ്വയം തോന്നുന്നുണ്ട്. ഇല്ലേ, സത്യം പറയില്ലേ, അത് ആ ഒരു ഡ്രസ്സിന്റെ ഒരു പ്രത്യേകത കേട്ടോ. നമ്മൾ ചിലര് പറയും ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ചിലർ ഭയങ്കര ഓവറായിട്ട് ഇങ്ങനെ ഏജ് തോന്നിക്കും. ചിലർ പറയും ഏജ് കുറവ്. അത് ചിലപ്പോൾ ഡ്രസ്സിന്റെ ആയിരിക്കും ഓരോ ഡ്രസ്സ്. അപ്പൊ ഈ ഡ്രസ്സിൽ എനിക്ക് സ്വയം അത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ പുറമെയുള്ളവർക്ക് പിന്നെ പറയേണ്ട കാര്യം ഉണ്ടോ? അപ്പൊ ഇതിൽ ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതൊക്കെ നമ്മുടെ യൂഷ്വലായിട്ട് വന്നു പോകുന്ന പല പല പ്രിന്റുകളിൽ വരുന്ന ജോർജറ്റിൽ ഫ്രോക്ക് ടൈപ്പ്. ഫ്രോക്ക് ടൈപ്പ് ആയിട്ടുള്ളത്. അപ്പോൾ ടീനേജുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്. പഫ് വരുന്നത് ഈ ഒരു പഫ് സ്ലീവ് വരുന്നത് പഫിൽ കേട്ടോ. അതിൽ എലാസ്റ്റിക് മോഡലായിട്ട് വരുന്നതാണ് കേട്ടോ. പല പല പ്രിന്റുകളിലും മാറി മാറി വരാറുണ്ട് സ്ഥിരമായിട്ട്. ഇതിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ അയക്കുമ്പോൾ അപ്പോൾ സാധനം പോകുമ്പോൾ അതിനനുസരിച്ചിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ വേറെ പ്രിന്റ് ആയിരിക്കും കിട്ടുക. എപ്പോഴും ഒരേ പ്രിന്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്താ ട്രെൻഡ് അല്ലേ? എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇനി കുറച്ചുകൂടി ഉണ്ട് കാണിക്കാനായിട്ട്. അതുകൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് പോവാം. എവിടേക്ക്? എ ലൈനിൽ കേട്ടോ. എ ലൈനിലല്ല, ഇത് ശരിക്കും ആലിയ കട്ടാണ് വരുന്നത്. പക്ഷെ നമ്മളൊന്ന് ഫ്ലീറ്റ് വെച്ച് വെറൈറ്റി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ച് പക്ഷെ നല്ലോണം തുണി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലെങ്ത്തും നല്ല പെർഫെക്റ്റ് ആണ് വരുന്നത്. അതുപോലെ യോക്കിൽ അത്യാവശ്യം വർക്കും കയറിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഗ്രീൻ ആണെങ്കിൽ ഇതിൽ തന്നെ ഇഷ്ടം പോലെ കളേഴ്സ് അവൈലബിൾ ആണ്. ഏത് കളർ ചോദിച്ചാലും ഇതിലുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ഇത് എല്ലാം ഡൈയിൽ വരുന്നത് അതൊക്കെ എപ്പോഴും ട്രെൻഡിലുള്ളതാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ നേരത്തെ കണ്ടതിന്റെ കളർ ചേഞ്ചുകൾ. ഇത് നമുക്ക് ആ ബാട്ടിക്കിനെ നമ്മൾ ആ പിങ്കിൽ കണ്ടില്ലേ, അതിന്റെ ഗ്രീൻ കളർ ചേഞ്ച് വരുന്നത്. അതുപോലെ നേരത്തെ നമ്മൾ ഈ ഒരു ഡിസൈനിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അതിന്റെ കളേഴ്സ് ആയിരിക്കണത് കേട്ടോ. ഇതൊക്കെ അതിന്റെ കളേഴ്സ് ആയിരിക്കണത്. നമ്മൾ നേരത്തെ ഈ കളർ അങ്ങോട്ട് കണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ കളർ ചേഞ്ചസും ഉണ്ട്. അതുപോലെ തന്നെ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെയൊക്കെയാണ് സൈസസ് തന്നെ. പിന്നെ ഇത് ബൾക്ക് അല്ലേ വന്നിട്ടെന്ന് വെച്ചാൽ സ്റ്റോക്ക് അവിടുന്ന് തയ്ക്കുക, ചെക്ക് ഇൻ ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ബൾക്കായിട്ട് കൊണ്ട് ഇടാം. ഇതിന്റെ അല്ലേ നമ്മൾ ആ ഒരു പിങ്ക് കണ്ടത്? ഞാൻ പറഞ്ഞില്ലേ, ഡമ്മിയിൽ എവിടെയോ ഞാൻ കണ്ടതായിട്ട് എനിക്കൊരു ഓർമ്മ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഡമ്മിയിൽ ഇട്ടിരിക്കുന്നത്. നമ്മൾ വേറെ ഒരു കളർ ചേഞ്ച് കാണിച്ചാൽ ഇതിന് തന്നെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഹാൻഡ് വർക്കിൽ ആസ് യൂഷ്വൽ ഇഷ്ടം പോലെ നമുക്ക് വെറൈറ്റീസ്. പിന്നെ എംബ്രോയിഡറിയുടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കത് കാണിച്ച് പോവാം. ഇത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ വന്നിട്ടുള്ളൂ, കയറാൻ പോകുന്നുള്ളൂ. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ചില കളർ ചേഞ്ച് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ. അതിൽ എംബ്രോയിഡറി വർക്കിന്റെ ഡീറ്റെയിലിംഗ് ചെറുതായിട്ടൊരു ഡീറ്റെയിലിംഗ് ഉള്ളത്. പിന്നെ നമ്മൾ ആ ബ്ലാക്കിൽ കണ്ടില്ലേ, ആ ബ്ലാക്കിൽ കണ്ടതിന്റെ ഫുൾ കളക്ഷൻസ് ആയിരിക്കണം. നേരത്തെ നമ്മൾ അവിടെ കുറെ ബൾക്ക് കണ്ടു, ഇതും അതിന്റെ ഫുൾ ബൾക്ക്. അപ്പൊ 500, 1000, 2000 പീസ് എത്ര വേണം പറഞ്ഞോ ഒക്കെ നമുക്ക് ഇവിടെ റെഡി സ്റ്റോക്കാണ് ഉള്ളത് കേട്ടോ. ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ആലിയയുടെ ഒരു പുതിയത് വന്നിട്ടുണ്ട്. ആലിയയുടെ പുതിയ വെറൈറ്റീസ്. ആലിയയുടെ ഇപ്പൊ വെറൈറ്റി ചോദിക്കുമല്ലോ ആൾക്കാർ. അതെ. നേരത്തെ നല്ല ഫ്ലീറ്റിലായിരുന്നു. അത് ജോർജറ്റിന്റെ മെറ്റീരിയൽ തന്നെയായിരുന്നു. ഇത്ര വർക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇതിലാകുമ്പോൾ ഇത്രയും വർക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ നേരത്തെ പിടിച്ചില്ലേ ഇതിന്റെ വർക്ക്, ഇതിൽ തന്നെ ചെറിയ വർക്കിന്റെ ഒക്കെ വേണമെന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ നമ്മുടെ തിരിച്ച് മറിച്ചൊക്കെ ആയിട്ട് ചെറിയ ഒരു സ്റ്റാൻഡേർഡ് ഐറ്റം അങ്ങനെ ചെറിയ വർക്കുകൾ വേണമെന്ന് വെച്ചാൽ അങ്ങനത്തെ വർക്കുകൾ. ഹാൻഡ്ലൂം കോട്ടൺ ആണ്. ഹാൻഡ്ലൂം കോട്ടൺ ഡബിൾ ഷെയ്ഡിൽ വരുന്നത്. ഒരു മറൂണും ബ്ലാക്കും കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു ടൂ ടോൺ പോലെയുള്ള കളക്ഷൻസ്. അപ്പൊ ഇനി നമുക്കൊന്നും അങ്ങോട്ട് പോയാലോ? കാരണം ഇഷ്ടം പോലെ കളക്ഷൻസ് ഇനിയും അവിടെ റെഡി. അപ്കമിങ് സ്റ്റോക്സ്, അപ്കമിങ് കളക്ഷൻസ് കാണിക്കാനുണ്ട്. അതൊന്ന് കണ്ടു നോക്കിയാലോ. വാ. അപ്പൊ എന്തായാലും അഞ്ജലിയോട് ഫോൺ വിളിച്ച് പറയേ ചായ റെഡി ആക്കാൻ. എന്തായാലും കാണാനായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ചായ കുടിക്കാൻ പോവാം. അഞ്ജലി വെയിറ്റിംഗ് ആണ്. ശരി, പോവാം.
അപ്പൊ ഗോഡൌൺ എത്തി, കണ്ണടച്ച് തുറക്കണേക്കാളും മുന്നേ ഗോഡൌൺ എത്തി. കാരണം തൊട്ടപ്പുറത്ത് തന്നെയാ ഒരു സ്ഥലത്തേക്ക് ഓർഡർ കടയിലുണ്ട്. ഇപ്പോൾ കടയിലേക്ക് വരുന്നതൊക്കെ ആയിട്ടുള്ളതും പിന്നെ ഒന്ന് ക്വാളിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞിട്ട് വെക്കുന്ന സ്ഥലമാണ്. ക്വാളിറ്റി ചെക്ക്, അപ്പൊ ട്രിമ്മിങ് അതെല്ലാം ഫിനിഷിങ്ങോട് കൂടിയിട്ട് ഈ ഒരു സ്ഥലത്ത്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് റേറ്റ് ഇട്ടിട്ട് ഷോറൂമിലേക്ക്. അപ്പൊ നോക്കിയാലോ ഇവിടുത്തെ കളക്ഷൻസ്. ഇവിടുത്തെ കളക്ഷൻ എന്താ, നമുക്കിപ്പോ നല്ല വെയിറ്റ് ഹെവി റയോണിൽ സീക്വൻസ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. ലക്നവി വർക്കാണ്, ട്രാൻസ്പെറന്റ് സീക്വൻസ് വർക്കും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലും നല്ല കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് പേസ്റ്റൽ ഷെയ്ഡ്സും ഉണ്ട്, ഡാർക്ക് ചാർട്ടും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെറൈറ്റീസ്. അപ്പൊ ഇതൊക്കെ അപ്കമിങ് ഡിസൈൻസ് ആണ്. എത്തിയുള്ളൂ ഷോറൂമിലേക്ക് ഇനി കയറ്റും. അപ്പൊ വീഡിയോ ഇറങ്ങുമ്പോഴേക്കും എന്തായാലും കയറിണ്ടാവും. അങ്ങനെ വരാൻ നമ്മളെന്തായാലും കൊടുക്കാം, ഡിമാൻഡ് അനുസരിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ അതായത് നമ്മുടെ റയോൺ പാച്ച് വെച്ചിട്ട് അത് തന്നെ പാച്ച് വർക്ക് സെയിം കൊടുത്തിട്ട് സ്ലീവിലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് വർക്ക് കയറി പോണത്. ഇതിലും കളേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് ഇതിന്റെ കളർ ഓപ്ഷൻസ് വരുന്നത് കേട്ടോ. ഇത് 2-3 ഷെയ്ഡ് എന്തായാലും ഉണ്ടാവും. പിന്നെ വരുന്ന ഐറ്റം പിന്നെ നമുക്ക് വിചിത്രയില് ബോക്സ് വർക്കിൽ വരുന്നത് മെഷീൻ എംബ്രോയിഡറി ആണ്. ഈ ചിത്രയിൽ കേട്ടോ എ ലൈനിലാണ്. ഡ്രോ സ്ട്രിങ് ഇല്ല, സെപ്പറേറ്റ് വേണമെങ്കിൽ വെപ്പിക്കാൻ പറയുകയാണെങ്കിൽ അതും നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും. എങ്ങനെ പറഞ്ഞോ അതൊക്കെ നമുക്ക് ഇതൊക്കെയാണ് കളർ ചാർട്ടുകൾ. നല്ല നല്ല കളർ ഷെയ്ഡ്സ് ആണ് ഒക്കെ ഉള്ളത്. ഇതൊക്കെ പാച്ച് വർക്കിൽ വരുന്നത്. നമ്മൾ കണ്ട പോലെ പല ഹാൻഡ് വർക്കിൽ വരുന്ന ജോർജറ്റ് എ ലൈൻ ഹാൻഡ് വർക്ക്. പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ നമ്മുടെ ഓൺ ക്രിയേറ്റിവിറ്റിയിൽ കുറെ നല്ല കലാകാരന്മാരുണ്ട് ഈ ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട്. നമുക്ക് അല്ലേ പിന്നെ പറയേണ്ട താമസമുള്ളൂ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് അത് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന അതിന്റെ കളർ ചാർട്ടുകളാണ് കേട്ടോ ഇപ്പൊ കാണുന്നത്. മൊത്തം 4-5 കളർ ഷെയ്ഡ്സ് എന്തായാലും ഇതിന് വരും. ഏത് പാറ്റേൺ എടുത്താലും അങ്ങനെ തന്നെ. ഏത് പാറ്റേൺ എടുത്താലും അങ്ങനെ തന്നെയാണ്. ഇത് നമ്മുടെ നേരത്തെ കോട്ടണിൽ തന്നെ കണ്ട വേറൊരു ടൈപ്പ്. അതിലെന്താ ബ്ലാക്കിൽ ഇത് കാന്ത പ്രിന്റ് പോലെ കാന്തര പ്രിന്റ് തന്നെയായിരുന്നു. ഇതും വേറൊരു പ്രിന്റിൽ വരുന്നത്. അതില് അതെ, അതിൽ ഹാൻഡ് വർക്ക് ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. അങ്ങനെ ഇഷ്ടം പോലെ കളക്ഷൻസ് കിട്ടും. ഇതൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാം ഫിനിഷിങ് കഴിഞ്ഞിട്ട് വെക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇതിലേക്ക് എന്റെ കണ്ണ് കുറച്ച് നേരമായി പോകുന്നുണ്ടല്ലേ. അതൊക്കെ നമ്മളെത്തും. ഇത് നമ്മുടെ നല്ലൊരു എന്താ പറയാ സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ പേൾ വർക്കിന്റെ ഡീറ്റെയിലിംഗും ഒക്കെ കൂടിയിട്ട് ചെയ്തിരുന്നത്. നോർമലി നമ്മൾ ഹാൻഡ് വർക്ക് കാണുമ്പോൾ ഒരു ആന്റിക് അല്ലെങ്കിൽ സിൽവർ അത് രണ്ടും കൂടിയിട്ട് മിക്സ് ആയിട്ട് ഒരു ഡിഫറെന്റ് ഒരു ജ്വല്ലറിയുടെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു സെറ്റപ്പാണ്. അറ്റാച്ച്ഡ് കോട്ടുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ഒരു കോട്ട് ടൈപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ശരി, തുറന്നാലാണ് അതിന് ശരിക്കും ഭംഗിയാറുള്ളതെന്ന്. അതാ ആ കോട്ട് അറ്റാച്ച് ചെയ്തത് കൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയി പോവില്ല കേട്ടോ. അപ്പൊ ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റ് ആണ് ഇത് വരുന്നത്. ഇതിലും കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു സെക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ ഇതൊക്കെ ശരിക്കും പ്രൊഡക്ഷന് പോകാനുള്ള റോ മെറ്റീരിയൽസ് ആയിരിക്കണതല്ല നിങ്ങളുടെ ഡിസൈൻ ചെയ്ത് വരണം. ഇപ്പുറത്തെ സൈഡിലേക്ക് വരാം. നമുക്ക് കുറേ വെറൈറ്റീസ് ഉണ്ട്. എന്തൊക്കെ എടുക്കുക ഏതൊക്കെ എടുക്കുന്ന ആൾക്കാർ. ടിഷ്യൂല് വിചിത്രയില് ഒരു ഫ്രോക്ക് മോഡൽ ടൈപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഇത് അടിയിൽ വിചിത്ര, മുകളിൽ ടിഷ്യൂ അല്ലേ? അങ്ങനെയാണ് ഇതിന്റെ പലതരം പ്രിന്റുകൾ വരും. പിങ്ക്, ലാവൻഡർ, ഇതൊക്കെ ബ്ലൂ, ഗ്രീൻ, അങ്ങനെ വെറൈറ്റി മിക്സ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അതിൽ തന്നെ കളർ ഷെയ്ഡ്സ് ഉണ്ട്. ഇപ്പോൾ ഏത് കളർ വേണമെന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് എടുക്കേണ്ടത്. ഹോൾസെയിലാണ്. ബൾക്ക്, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സെറ്റ് ആയിട്ട് തന്നെ എടുക്കണം. വീണ്ടും ഈ ഹോൾസെയിൽ നിന്ന് എടുത്ത് പറയണം. കാരണം സ്കിപ്പ് ചെയ്ത് പോയില്ലേ എവിടെയെങ്കിലും ഒരു ഹോൾസെയിൽ കേൾക്കണ്ടേ. അധികം റീറ്റെയിൽക്കാരെയും കോൾസ് വന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യം? വന്നു. അത് സ്കിപ്പ് ചെയ്ത് പോണത് കൊണ്ട്. അപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുമ്പോൾ അത് കണ്ട് കേട്ട് ഇരുന്ന് ക്ഷമയോട് കൂടി കേട്ടിരിക്കുക. പല ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തേക്ക് കിടന്നാലോ? അടുത്തത് നമുക്ക് ഇങ്ങനെ കിടക്കണം. ത്രീ പീസ് ഒന്നും കാണിച്ചിട്ടില്ലല്ലോ. വിചിത്രയില് നമ്മളൊരു 3 പീസ് ചെയ്തിട്ടുണ്ട്. ഒരു ഹെവി ഷോൾ വർക്ക് ഒക്കെ ആയിട്ട്. അതില് 3 പീസ് വിചിത്രയില് അല്ലേ? നല്ല ഹെവി വർക്ക് അല്ലേ? ഹെവി ഷോളില് നമ്മള് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ എംബ്രോയിഡറി വർക്കും സെറി വർക്കും എല്ലാം കൂടിയിട്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ തന്നെ പ്രോഗ്രാം ചെയ്തതാണ് അല്ലേ? അപ്പോൾ തുണി മാത്രം ഉണ്ടായാൽ മതി. ബാക്കി പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ രീതിയിലും ഏത് കളർ വേണമെന്ന് വെച്ചാൽ അതും ഇതിന് നമുക്ക് 3-4 കളേഴ്സ് അവൈലബിൾ ആണ്. ഓൾറെഡി ഉണ്ട്. ഞാൻ കളറൊന്നും വേണ്ട, നമ്മുടെ ഇഷ്ടത്തിനുള്ളത്. പക്ഷെ ബൾക്കായിട്ട് എടുക്കണം കേട്ടോ. 500,000 പീസെങ്കിലും ഓർഡർ ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്കൊരു കെട്ടെടുത്തിട്ട് നമുക്ക് കടയിൽ കൊണ്ടുപോയി റെഡി. വേറെ തലവേദന ഇല്ല. ഇത്തിരി മാർജിൻ കൂട്ടിയിട്ടിട്ട് അങ്ങോട്ട് സെയിൽ ചെയ്യാം അല്ലേ? അതെ, അത്രേ ഉള്ളൂ. ഇത് നമ്മുടെ ഒരു ബോക്സ് ടൈപ്പിൽ നമ്മളൊരു അജ്രക്ക് പാച്ചിൽ ഇത് നേരത്തെ കണ്ടതൊക്കെ നമുക്ക് കുറച്ച് വ്യത്യാസമായിരുന്നു. നമുക്ക് പാച്ച് വർക്ക് യോക്കിൽ മാത്രം വന്നിരുന്നു. ഇതാകുമ്പോൾ നമുക്ക് ഒരു പാനൽ സെന്റർ പാനലാണ് പോയിരിക്കുന്നത് ഫുൾ നടുക്കിക്കൂടെ. അപ്പോൾ നമുക്ക് ഒരു ഡബിൾ ഷെയ്ഡിന്റെ ഒരു ലുക്കും കിട്ടി, ഡിഫറെന്റ് ലുക്ക്. അതുപോലെ കാന്തര പ്രിന്റ് ആണ് പോയിരിക്കുന്നത്. ഇതന്നെ സെയിം നമുക്ക് പാച്ച് വർക്ക് സ്ലീവിലും വന്നിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ ചെറിയ ഒരു ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ട് അങ്ങോട്ട് മറിച്ചും ഇതൊക്കെ ഫുൾ അതിന്റെ കളക്ഷൻസ് ആണ് ഇരിക്കണത് കേട്ടോ. ബൾക്കായിട്ട് വരുന്ന കളക്ഷൻസ്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട രംഗോളിയിൽ മെഷീൻ എംബ്രോയിഡറി ചെയ്തത് ഹാൻഡ് വർക്ക് ആയിരുന്നു. നേരത്തെ ഹാൻഡ് വർക്ക് ആയിരുന്നു. ഇപ്പൊ രംഗോളിയിൽ ഹാൻഡ് വർക്കിന് പകരം നമുക്ക് മെഷീൻ എംബ്രോയിഡറി വർക്കാണ്, ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വെറൈറ്റീസ് ഇഷ്ടം പോലെ നോക്കുകയാണെങ്കിൽ ഉണ്ട്. ഇനിയും ഇതിന്റെ കളർ ചേഞ്ച് കണ്ടില്ലല്ലോ. ഇതെന്നാ കളർ ചേഞ്ച്? കളർ ഒരു ഗോൾഡിഷ്, പിന്നെ ഒരു മെറൂൺ, പിന്നെ ഒരു ഗ്രീൻ ഉണ്ട്, മെഹന്തി കളറൊക്കെ ഇപ്പോഴത്തെ കൂടുതൽ ട്രെൻഡായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു നല്ലൊരു വയലറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്, മറൂൺ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. അങ്ങനെ 4 ഷെയ്ഡ്. ഏതെടുത്താലും അതിൽ 4 ഷെയ്ഡ് നമുക്ക് എന്തായാലും കാണാൻ പറ്റും. ഇതൊരു ബാന്തിനിയുടെ പ്രിന്റില് ഒരു ബോക്സിൽ നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ടോ? ഇങ്ങനെ ആക്കുമ്പോ ഒരു സോഫ്റ്റ്നെസ് ശരിക്കും ഫീൽ ചെയ്യും കാണുന്നവർ കഴിയാലോ. മറ്റൊന്ന് പറയുമ്പോൾ സ്റ്റിഫായിട്ട് നിൽക്കുമ്പോൾ ഒരു സ്റ്റിഫ്നെസിന്റെ ഫീലിംഗ് നമുക്ക് കറക്റ്റ് ആയിട്ട് വീഡിയോയിൽ കാണാം. അപ്പോൾ അതിന് ഓടി വരും കേട്ടോ ഇതൊക്കെ മേടിക്കാനായിട്ട്. കാരണം അതിൽ ഫയൽ പ്രിന്റും കാര്യങ്ങളും അടിപൊളിയാട്ടോ. മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ പിന്നെ ഡയറക്റ്റ് വരാൻ ശ്രമിക്കുക. ഈ ഷോപ്പിലെ സമയമൊക്കെ എത്ര മണി? നമ്മൾ രാവിലെ 9 മുതൽ രാത്രി 8 മണി വരെ ഫെസ്റ്റിവൽ സീസൺ ഓപ്പൺ ആയിരിക്കും. സൺഡേ ഓപ്പൺ ആണ്. അത് ഫെസ്റ്റിവൽ സമയത്താണ് ഓപ്പൺ. പിന്നെ നമ്മൾ ഓണത്തിന്റെ കളക്ഷൻസ് ഇപ്പോഴും കാണിച്ചില്ല, വീണ്ടും പറയാണ്. കാണിക്കാത്തതിന്റെ റീസൺ നിങ്ങൾ നേരിട്ട് വരുമ്പോൾ നമുക്ക് കളക്ഷൻസ് കാണിക്കാം. പക്ഷെ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, കോപ്പി ആവും. അതുകൊണ്ടാണ് എക്സ്ക്ലൂസിവിറ്റി ആയിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് ലിമിറ്റഡ് പാറ്റേൺസ് ആണല്ലോ, അപ്പോൾ അത് കണ്ട് എടുക്കുന്നതാണ് എൻ്റെ ഒരു കസ്റ്റമേഴ്സിനും എക്സ്ക്ലൂസിവിറ്റി വേണമല്ലോ. റീറ്റെയിൽ കസ്റ്റമേഴ്സിനും ഒരു എക്സ്ക്ലൂസിവിറ്റി വേണം, അതുകൊണ്ടാണ് റിവീൽ ചെയ്യാത്തത്. അതെ, ഓക്കെ. അപ്പോൾ റിവീൽ ചെയ്യുന്നില്ല, നേരിട്ട് വരുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് കൺമുമ്പിൽ കാണുമ്പോൾ എന്നുള്ളൊരു ഫീലിംഗ് ഇല്ലേ, അത് നേരിട്ട് കാണണം അല്ലേ? അതെ. ഇതൊരു പുതിയ വെറൈറ്റി ആണല്ലോ. ഇതൊരു പുതിയ വെറൈറ്റി ആണ്. ഇത് നമ്മുടെ ഒരു ഫ്രോക്ക് മോഡലില് സിമ്പിൾ ആണ്, ഹാൻഡ് വർക്ക് ഒന്നും ഇല്ലാത്ത ചോദിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ആണ്. പക്ഷെ ഫ്രോക്ക് ടൈപ്പ് ആയാൽ പോലും ഇതൊരു 3 ടയർ അങ്ങടായിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ വരുന്നത്. അടിയിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഫ്ലയർ ഉണ്ട്, കണ്ടോ? അത്യാവശ്യം ഫ്ലയർ ഉള്ള ഒരു ഫ്രോക്കാണ് ഇത് വരുന്നത്. ഇതിന്റെ കളർ റെഡ് വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്, പിന്നെ ബ്ലൂ വരുന്നുണ്ട്. ഇത് നല്ല എന്തായാലും 4 കളർ ചാർട്ട് എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും. ജോർജറ്റിന്റെ മെറ്റീരിയൽ ആണ് ഇത് വരുന്നത്. പിന്നെ നമുക്ക് കാണിക്കാൻ എന്താ ഒരു സ്മോക്കി ആയിട്ടുള്ള ജോർജറ്റിൽ ഇപ്പൊ സ്മോക്കി ചോദിക്കുന്നുണ്ടല്ലോ പലരും. സ്മോക്കി ആയിട്ടുള്ള ഫ്രോക്ക് ടൈപ്പ്, സ്മോക്കി ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ്. യോക്കിലാണ് സ്മോക്ക് വർക്ക്. സ്ലീവ് വരുമ്പോൾ പഫ് സ്ലീവ് ആണ് വരുന്നത്, ജോർജറ്റിന്റെ മെറ്റീരിയൽ. പിന്നെ അത്യാവശ്യം ഫ്ലയർ വരുന്നുണ്ട്. ഇതിന്റെ ഒക്കെ കളർ ചേഞ്ചസ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇതിലിപ്പോ ഇതാണ് നമ്മൾ കാണിച്ച കളർ. പിന്നെ ഉള്ളത് ഗ്രീൻ അല്ലേ? ഗ്രീൻ ഉണ്ട്, പിന്നെ ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഒരു ലൈറ്റ് ചാർട്ടിലും വരുന്നുണ്ട്. ലൈറ്റ് ഇതിന്റെ സെയിം ലൈറ്റ് അല്ലേ? ലൈറ്റ് ചാർട്ട് വരുമ്പോ കളേഴ്സ് ഇവിടെ ഇരിക്കണേ. ഇത് ലൈറ്റ് ചാർട്ട്, ഒരു വൈറ്റ് ബേസ് ചെയ്തിട്ട്. അതെ, വൈറ്റ് ബേസിൽ അതിൽ പ്രിന്റ് വർക്ക് ഒക്കെ വന്നിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം സെയിം പാറ്റേൺ തന്നെയാണ്. അതിന്റെ കളേഴ്സ് ആണ് ഈ മൊത്തം ഇരിക്കുന്നത് കേട്ടോ. നല്ല നല്ല കളർ ഷെയ്ഡുകളൊക്കെ, ഗ്രീൻ, പിങ്ക്, പിന്നെ ഒരു ബ്രൗൺ, എന്തോ ഒരു ഷെയ്ഡ് യെല്ലോ ഷെയ്ഡ്, അങ്ങനെ വെറൈറ്റീസ് ഒക്കെ. പിന്നെ കുറെ നേരം നമ്മൾ മമ്മൂട്ടിക്ക് കളിച്ചോണ്ടിരിക്കാൻ കണ്ടില്ലേ, കൈ വെച്ചിട്ട് ഇങ്ങനെ പറയണത് കേട്ടോണ്ടിരിക്കാൻ. ശരിക്കും ആ ഒരു സ്റ്റൈല് വരുന്നുണ്ട് കേട്ടോ. സിനിമയിൽ അഭിനയിക്കാൻ പോകണ്ട, ഇപ്പൊ ഞാനിങ്ങനെയാ. ഇത് അടുത്തത് ഒരു ഫ്രോക്ക് ടൈപ്പ്, അതുപോലെ തന്നെ വീനെക്കിലാണ്. നമ്മൾ നേരത്തെ കണ്ട മോഡലിൽ പല പല പ്രിന്റുകളിൽ പല പല ഹാൻഡ് വർക്ക് ആയിട്ട് നമ്മൾ അവിടെ കണ്ടിരുന്നല്ലോ. അതിന്റെ കുറെ വർക്കുകളൊക്കെ ആയിട്ട്. പിന്നെ ഇനി അപ്കമിങ് ആയിട്ട് ഇത് ഈ ഒരു പ്രിന്റിലൊക്കെ കുറെ നമുക്ക് കുർത്തീസ് ഒക്കെ ഡിസൈനിങ് പ്രോസസ്സിലാണ്. അതെ, വരാൻ കിടക്കുന്നുള്ളൂ. ഇതിന്റെ ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ഡെയിലി വെയർ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കാണിക്കാം. അയ്യോ, ഇതൊക്കെ അടിപൊളി കളറാണല്ലോ. ഇതൊക്കെ ശരിക്കും ചെറിയൊരു ഷൈനിങ് ഉള്ള ഒരു മെറ്റീരിയൽ കൂടിയാണ് കേട്ടോ. പക്ക കോട്ടൺ അല്ല, അതും ഡെയിലി വെയറിലാണ് ഇത് വരുന്നത്. ഇത് നേരത്തെ നമ്മൾ അവിടെ കണ്ടതിന്റെ ഒരു വേറെ ടൈപ്പ് ഇത് വരുന്നത് കേട്ടോ, വേറെ ടൈപ്പ് ആയിട്ടുള്ളത്. യോക്കില് ഒരു പാച്ച് വർക്കിന്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. നമ്മള് പല പല റെഡ്, ബ്ലൂ, അങ്ങനെ ഇതിന്റെ ഓപ്ഷൻസ് ആണ്, കളർ ഓപ്ഷൻസ് ആണ് ഈ വരുന്നത്. അങ്ങനെ വൈറ്റ് ബേസ് ചെയ്തിട്ടുണ്ട്, കളറിലുണ്ട്, അങ്ങനെ വെറൈറ്റീസ് ഒക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഡെയിലി വെയർ കോട്ടണിൽ വരുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഷോപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ബൾക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ അവിടെ വെച്ച് കണ്ടതല്ലേ? റെഡ് അങ്ങോട്ട് തന്നെയാണ് തോന്നുന്നില്ല ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ലാവൻഡർ ഉണ്ട്, നല്ല ഷെയ്ഡുകൾ 4 ഷെയ്ഡാണ് കേട്ടോ ടോട്ടലി ഉള്ളത്. അപ്പോൾ ഇഷ്ടമുള്ള ഷെയ്ഡ് എങ്ങനെ വേണേലും എടുക്കാം. അപ്പം ഞാൻ എടുത്ത കളർ ഇതല്ല, ഞാൻ എടുത്ത കളർ ഇതായിരുന്നു തോന്നുന്നുണ്ട്. കാരണം ആ ഗോൾഡിന്റെ പേളും അതുപോലെ സ്റ്റോണിന്റെ ഡീറ്റെയിലിങ്ങും കൂടി പോയിട്ടുള്ള ഒരു വർക്ക്. നോർമലി നമ്മൾ ഹാൻഡ് വർക്ക് കാണുന്നേക്കാളും കുറച്ചുകൂടി വ്യത്യാസമായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത്. ഇനിയും കളക്ഷൻസ് ഉണ്ട്, റിവീൽ ഇപ്പം ചെയ്യുന്നില്ല. അതെ, ഇതാവുമ്പോൾ നമ്മളെല്ലാവരും കണ്ടില്ല. ഇനി കുറച്ച് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ കാണുന്നത് എവിടേക്ക് വരണം?
അഞ്ജലി, എറണാകുളം. എറണാകുളത്തേക്ക് തന്നെ വരണം കേട്ടോ. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമുക്ക് എറണാകുളത്ത് മാർക്കറ്റ് റോഡിൽ തന്നെ നമുക്ക് മലബാർ ഹൗസ് ഉണ്ട്, അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ മലബാർ ഹൗസ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും കാണാൻ പറ്റും. ഒന്ന് ഗോപാലപ്രഭ റോഡിലും ഉണ്ട്, ഒരെണ്ണം മാർക്കറ്റ് റോഡ്. രണ്ടും ഒന്ന് തന്നെയാണ് മലബാർ ഹൗസ് എന്ന് പറയുന്നത്. അച്ഛാ ഒരു കോർണർ സൈഡാണ്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എടുത്ത് പറയണം അത് സ്റ്റേ ചെയ്യണതാ അല്ലേ ഗോപാലപ്രഭ റോഡ്? ഹോട്ടൽ തന്നെയാണ്, ഇതും ഹോട്ടൽ തന്നെയാണ്. രണ്ട് എൻട്രൻസ്, അതാണ് ഞാൻ എടുത്തത്. രണ്ടും എൻട്രൻസ് നമുക്ക് മലബാർ ഹൗസ് കാണാൻ പറ്റും. അപ്പോൾ ഗോപാലപ്രഭുവിൽ ഒരു എൻട്രൻസിൽ നമുക്ക് മലബാർ ഹൗസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മാർക്കറ്റ് റോഡിലെ ഒരു എൻട്രൻസിലും മലബാർ ഹൗസ് വരുന്നുണ്ട്. അപ്പം നമുക്ക് മാർക്കറ്റ് റോഡിലുള്ള മലബാർ ഹൗസിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള അഞ്ജലിയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് അഞ്ജലിയുടെ ബിൽഡിംഗ് കാണിച്ച് സമാധാനിക്കാൻ, അഞ്ജലി ഇല്ലല്ലോ ഇപ്പോൾ, അഞ്ജലി എന്തായാലും വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഇത്രയും നല്ല 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 കളക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. താങ്ക് യു. അപ്പോൾ ഇനി വെറൈറ്റീസ് കാണുമെങ്കിൽ നേരിട്ട് വരണം കേട്ടോ. ബൈ.